back to my new episode of Flavors and Frames by Tanu. Yeah guys, ഇന്ന് ഇപ്പോൾ ഞങ്ങളുടെ പ്രാക്ടീസ് സെഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 3 മണിയായപ്പോൾ അവിടെ നിന്ന് ഇവിടെ വന്നു ഫ്രഷപ്പൊക്കെ ആയി. ഞങ്ങളെല്ലാവരും ഒന്ന് ഗോവ ഇന്നത്തെ ദിവസമെങ്കിലും ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട് പോയ കാര്യം. 2 ദിവസമായിട്ട് ഞങ്ങൾ ബീച്ച് തന്നെയായിരുന്നു ഇപ്പോൾ കൂടുതൽ കവർ ചെയ്തത്. പക്ഷേ ഇന്നൊരാഗ്രഹമുണ്ട്, ഇന്ന് ഞങ്ങൾക്കൊന്ന് പാർട്ടിക്ക് കയറണമെന്നുണ്ട്. നൈറ്റാണ്, 10 മണിയൊക്കെ ആകും. ഒരു 8 to 6 AM വരെയാണ്. 8 PM to 6 AM ആണ് ഇവിടുത്തെ പാർട്ടി ടൈമൊക്കെ. പക്ഷേ ഞങ്ങളൊരു 10-11 മണിയാകുമ്പോഴേ കയറുള്ളൂ. ഇപ്പോൾ ഒന്ന് അത്യാവശ്യം നോർത്ത് ഗോവയിലുള്ള കുറച്ച് പ്ലേസസുകൾ, പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഏരിയാസുകൾ ആൻഡ് ഒരു റീലൊക്കെ എടുക്കാനായിട്ടുള്ള ഒരു ചെറിയ പ്ലാനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ വരുന്ന സമയത്തൊക്കെ എപ്പോഴും ഓരോരോ കാര്യത്തിൽ സ്ഥലങ്ങൾ കാണാൻ പോകാൻ അവിടെ ഇവിടെയൊക്കെയായിട്ടൊക്കെ ഭയങ്കര ഇൻവോൾവഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ഇങ്ങനെ ഒരു കൊറിയോഗ്രഫി ഉള്ളത് കൊണ്ട് ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല. പക്ഷെ കിട്ടുന്ന സമയത്ത് മാക്സിമം നമ്മൾ ഏരിയാസൊക്കെ കവർ ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ പോലെ ഇതാണ് ഞങ്ങൾ നിൽക്കുന്ന റൂം. നിങ്ങളത് കാണുമ്പോൾ വിചാരിക്കും ഇത് കേരളമാണ്. അല്ല, ഈ ഹരിതാവും പച്ചപ്പും ഒക്കെ നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ ഇവിടെ ഗോവയിലും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ക്ലൈമറ്റ്, വെതർ, ഇവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പൊക്കെ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളം തന്നെ. കേരളത്തിൽ കാണാത്ത കുറേ ഇലകളും മരങ്ങളും പച്ചക്കറികളും അതും ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലെല്ലാവരും വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കുറച്ചും കൂടെയൊക്കെ നമുക്ക് ആ ഒരു പച്ചപ്പൊക്കെ നമുക്ക് കാണാൻ പറ്റും. കംപ്ലീറ്റ്ലി ഒരു പണ്ടത്തെ നമ്മുടെ 90s ഒക്കെ ഉള്ള ഒരു കേരളം തന്നെയാണ് സ്റ്റിൽ ഇപ്പോഴും ഇവിടെ. നമ്മുടെ അവിടെ കുറേ വലിയ വലിയ കെട്ടിടങ്ങളാണെങ്കിലും ഇവിടുത്തെ ഒരു വൈബ് കംപ്ലീറ്റ്ലി വേറെ തന്നെ. അപ്പം ഞാൻ പുറത്തോട്ടേക്ക് പോകുമ്പോൾ ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. അപ്പം എന്തായാലും നമുക്ക് മൂവ് ചെയ്യാം. വാ. ഞങ്ങളിതാ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പൊക്കോണ്ടിരിക്കുന്നത് ബാഗ ബീച്ചിലോട്ടാണ് കേട്ടോ. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഞ്ചുനയിൽ നിന്ന് 7 കിലോമീറ്റേഴ്സാണ് ബാഗ ബീച്ചിലോട്ട് പോകാനുള്ളത്. ബാഗ എത്തുന്നതിന് മുന്നേ ഉള്ള ഒരു ഷോപ്പിംഗ് ഏരിയയിൽ പോകാമെന്നാണ് ആദ്യം പ്ലാൻ ചെയ്തത്. ആ ഒരു സ്ഥലമാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ജ്വല്ലേഴ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഓരോ ഷോപ്പിലും കയറി ഇറങ്ങി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും പലതരത്തിലുള്ള മാലകൾ, ഹാൻഡ് ചെയിൻസ് ലൈക്ക് ബ്രേസ്ലെറ്റ്സ്, പിന്നെ കുറേ റിങ്സ്, ഹാൻഡിക്രാഫ്റ്റഡ് ഐറ്റംസുകൾ, ബാഗുകൾ, വെറൈറ്റി ഓഫ് സ്കാർഫുകൾ, അങ്ങനെ ഒരുപാട് ഹാൻഡ് മെയ്ഡഡ് ആയിട്ടുള്ള ഐറ്റംസുകൾ, ഗിഫ്റ്റ് ഐറ്റംസുകൾ. നമുക്കിപ്പോൾ ഗോവയിലൊക്കെ വരുമ്പോൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒട്ടേറെ ഐറ്റംസുകളൊക്കെ ഈ ഒരു ഷോപ്പിംഗ് ഏരിയയിൽ കാണാൻ പറ്റും. ബാഗ എത്തുന്നതിന് മുന്നേ ഉള്ള ഒരു പ്ലേസാണ് കേട്ടോ ഇത്. പിന്നെ നിങ്ങൾ വിചാരിക്കും ഓഫ് സീസൺ ആയതുകൊണ്ടാണ് അത്രയും തിരക്കുകൾ ഇല്ലാത്തത്. അതുപോലെ തൊട്ടടുത്തൊരു ഷോപ്പിൽ കയറിയപ്പോഴാണെങ്കിൽ ഇതാ നോക്ക്, എന്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും 100 രൂപയുള്ളൂ. അവിടെയും നമുക്ക് ലോട്ട് ഓഫ് വെറൈറ്റി ഓഫ് ഓർണമെൻറ്റ്സ് കളക്ഷൻസ്, ഹാൻഡ് ചെയിൻസ്, കീ ചെയിൻസുകൾ, പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെൽറ്റുകൾ. ഞാൻ ആദ്യം ഇട്ടത് ബെൽറ്റാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് കളക്ഷൻസ് അവിടെയും കാണാൻ പറ്റി. അത് കഴിഞ്ഞതായി നേരെ ഞങ്ങൾ പിന്നെയും പോകുന്നത് ബാഗ ബീച്ചിലോട്ടാണ്. പോകുന്ന വഴിയിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്സുകൾ, കുറേ ചോക്ലേറ്റ് ഷോപ്പുകൾ, പിന്നെ ഗോവയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് എവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും വൈൻ ആൻഡ് ലിക്കർ ഷോപ്പുകൾ ഉണ്ടാകും, ബാറുകൾ ഉണ്ടാകും, ഇതുപോലെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാകും, കഫേസ് ഉണ്ടാകും. അങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ കാണാം. അങ്ങനെ കുറേ വഴിയോര കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് പതുക്കെ നമ്മളിതാ ഗോവയിലുള്ള ബാഗ ബീച്ചിലോട്ട്, അഞ്ചുനയിൽ നിന്ന് 7 കിലോമീറ്റേഴ്സാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ബാഗ ബീച്ചിലോട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഗായ്സ്. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ബാഗ ബീച്ചിലാണ്. ഇതിൻ്റെ അപ്പുറത്താണ് ബീച്ച്. അപ്പോൾ കുറച്ച് നേരം നമ്മുടെ എവിടെയായിരുന്നു ബാഗേറ്റർ, അവിടെയാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയച്ചത്. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കൂ, ഞാൻ ഈ ചപ്പൽ മേടിച്ചത് അവിടത്താണ്. ഇതെനിക്ക് ഇക്ക മേടിച്ചു തന്നത്. അങ്ങനെ ഞങ്ങൾ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഈ ഒരു ബീച്ചിൽ ഇന്നലെ 5-നായിരുന്നല്ലോ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ബാഗേറ്റർ ഓൾറെഡി ഞങ്ങൾ പോയിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെയും കൂടെ ഒന്ന് ജസ്റ്റ് കാണാമെന്ന് വിചാരിച്ചു. ഇവിടെ അങ്ങനെ ബീച്ചിൽ നനയാനെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാണാനാണ്. ഇതേ ടച്ചിടാൻ പറ്റിയ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് എന്താന്ന് പോയി കാണിച്ചു തരാം. നോക്ക്, ഇപ്പോൾ ഹെയർ അവർ ഫ്ലൂറസൻ്റെ കൈയൊക്കെ വെച്ച് അവർ നല്ല രീതിയിൽ കെട്ടി സെറ്റ് ചെയ്ത് തരും.
जा रहा है भैया, पुलिस है। ऐसा जाएगा रे, एक ही है, एक ही है, ये देखिए, ऐसा मत करो, पुलिस है इसके लिए। എനിക്ക് വേണ്ട. അച്ചോ ശാന്തമേ, നിങ്ങൾ മുന്നേ പോകും. വിച്ച് ബ്ലാക്ക്? വേണ്ട. ദാ ഞങ്ങൾ ബാഗ ബീച്ചിലോട്ടാണ് ഈ കയറിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നമ്മൾ ഒരു കറക്റ്റ് നൈറ്റിലോട്ടല്ല, കൃത്യമായി ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരു ഈവനിങ് സന്ധ്യ ഒന്ന് മയങ്ങി വരുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും എന്താ ബാഗ ബീച്ചിൻ്റെ ഒരു പാർട്ടി വൈബ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വൈബിലോട്ട് ബീച്ച് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു നൈറ്റ് വ്യൂവിലോട്ട് എത്തുന്നതിന് മുന്നേ തന്നെയാണ് ഇങ്ങനെ. ശരിക്കും അഞ്ജുനേന്ന് ഇവിടെ വന്ന് നോക്കിയപ്പോൾ സത്യത്തിൽ ഞാൻ ഭയങ്കരമായി എക്സൈറ്റഡായി. ഇങ്ങനത്തെ ഒരു വൈബ് ഇവിടെ കാണുമെന്ന് തീരെ പ്രതീക്ഷയില്ല. കാരണം എപ്പോൾ നമ്മൾ ഗോവ വന്നു കഴിഞ്ഞാലും അഞ്ജനയിലാണ് വരാറുള്ളത്. ഫസ്റ്റ് ടൈമാണ് ബാഗയിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബീച്ച് വെയറൊക്കെ ഇട്ടൊന്ന് ഇറങ്ങാനായിട്ടുള്ള ആ ഒരു ഇത് കിട്ടില്ല, സാഹചര്യം നമുക്ക് ഒത്തു വന്നില്ല. അതിലൊരുപാട് വിഷമമുണ്ട്. അങ്ങനെ ബാഗ ബീച്ചിൽ നിന്ന് ഇറങ്ങി ഡയറക്റ്റ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ സൈക്ലിക് പാർട്ടി നടക്കുന്ന ഒരു പബ്ബിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ എത്തി. അവിടുത്തെ പാർട്ടിയൊക്കെ ഓണായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ 8 മണി തൊട്ട് രാവിലെ 6 മണി വരെയാണ് നമുക്ക് ആ ഒരു ടൈമിങ്ങിലായിരുന്നു ഉള്ളത്. കറക്റ്റ് ആ ടൈമിങ്ങിലൊക്കെ കയറി പാർട്ടീസൊക്കെ എൻജോയ് ചെയ്തു. എല്ലാവരും അടിപൊളിയായിട്ട് അതൊക്കെ DJ ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അപ്പം ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.